ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇതാ അപ്പൊ നമ്മുടെ അങ്ങനെ പിണ്ടി ചലഞ്ചൊക്കെ കഴിഞ്ഞു. പിണ്ടി ചലഞ്ച് കഴിയുമ്പോ അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു ഞങ്ങൾ. അല്ല, ആകാംക്ഷയല്ല, സോറി, അടുത്തത് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഇതിൽ ഒരു ആശയം വന്നത്, നമുക്ക് ഒരു ക്യൂട്ട് ബേബി ചലഞ്ച് നടത്താം. ഒരു ദിവസം പറഞ്ഞായിരുന്നു, വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി എന്തായിരുന്നാലും ഫേസ്ബുക്കിലും യൂട്യൂബിലായിരുന്നാലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും നിറഞ്ഞു നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അടുത്തൊരു പരിപാടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ ക്യൂട്ട് ബേബി ചലഞ്ചാണ് ഈ വീഡിയോ. തന്നെ ഞാനൊരു 3 വോയിസിൽ പറയുന്നുണ്ട് കേട്ടോ. 3 വോയിസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരൊക്കെ എന്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഒത്തിരി കാലത്ത് പുറത്തായിരുന്നു. അപ്പൊ എന്റെ കൂടുതൽ ആൾക്കാർ ഫോളോവേഴ്സ് കുറെ ഹിന്ദിക്കാരുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗക്കാരും ഉണ്ട്. ഈ അറബികൾ പോലും എന്നോട് മെസ്സേജ് ഇട്ട് ചോദിക്കുക, ആ എന്താണ് നിങ്ങൾ മെസ്സേജ് ഇട്ടത്? എനിക്ക് അറബി പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലാതെ പറയാനൊന്നും അറിയില്ല, ചെറുതായിട്ടൊക്കെ അറിയുള്ളൂ. അപ്പൊ എന്നോട് ചോദിക്കുക, പറയസിന്റെ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ട്, നീ എന്തായാലും പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, നീ കുറച്ച് അറബിയിലും പറയുന്ന പറയുന്നു. അറബിയിൽ ഞാൻ പോണില്ല, പക്ഷെ ഞാൻ നിങ്ങളെന്നെ കളിയാക്കും. ഹിന്ദി എനിക്ക് അത്ര ഫ്ലുവന്റ് ഒന്നും അല്ല, എങ്കിലും ഞാൻ ഹിന്ദിയിലും വീഡിയോ ചെയ്യുന്നുണ്ട്, തമിഴിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ക്യൂട്ട് ബേബി ചലഞ്ച് നമുക്ക് ഈ മാസം ലാസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ മാർച്ചില് മാർച്ച് 10 വരെ, മാർച്ച് 1-ാം തീയതി മുതൽ നമ്മൾ അതിന്റെ വീഡിയോകൾ സ്വീകരിച്ചു തുടങ്ങും. മാർച്ച് 10 വരെ നമ്മൾ വീഡിയോകൾ സ്വീകരിക്കും. മാർച്ച് 15-ന് മുന്നായിട്ട് നമ്മൾ അത് പബ്ലിഷ് ചെയ്യും. മാർച്ച് എൻഡില് നമ്മൾ ഏത് കൊച്ചാണോ ഏറ്റവും നല്ല വീഡിയോ വരുന്നത് അവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും. ഈ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മള് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളാണ് വീഡിയോ എടുക്കുന്നത്. 30 സെക്കൻഡിൽ താഴെ നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങളത് എഡിറ്റ് ചെയ്തതായിരിക്കാം, നിങ്ങളുടെ മൊബൈലിൽ പകർത്തിയതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. കൊച്ചോ കൊച്ചിന്റെ കൂടെ നിൽക്കുന്നവരാരോ ആയിക്കോട്ടെ, നിങ്ങൾ കൊച്ചിന്റെ പേര് മാത്രമാണ് അതിൽ മെൻഷൻ ചെയ്യുള്ളൂ. വേറെ വീട്ടുപേരോ സ്ഥലപ്പേരോ ഒന്നും നമ്മൾ ചെയ്യില്ല. ഇത് ഓൾ ഓവർ ഇന്ത്യ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിക്കാം. എല്ലാ ഭാഷയിലും ഞാനിത് ഹിന്ദിയിലും തമിഴിലൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മത്സരിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കൊച്ചുങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴെ തന്നെ തയ്യാറായിക്കോ. അവര് ചിരിക്കുന്നതോ കളിക്കുന്നതോ എന്തും ആവാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ കമന്റ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നമ്മൾ വിന്നറെ തെരഞ്ഞെടുക്കുക. കമന്റ് ഒരു അക്കൗണ്ടിനും ഒരു കമന്റ് പാടുള്ളൂ. ഇങ്ങനെ കുറെ കമന്റുകൾ ഒരേ അക്കൗണ്ടിൽ തന്നെ ഇടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു അക്കൗണ്ടിന്, അല്ലെങ്കിൽ അതൊരു മത്സരബുദ്ധിയായി ആൾക്കാർക്ക് തോന്നും, അങ്ങനെ ഒരു ഇത് തോന്നും. അപ്പൊ ഒരു അക്കൗണ്ടിന് ഓക്കെ, അത് നല്ലൊരു തീരുമാനമാണ്. ഒരു അക്കൗണ്ടിന് ഒരു കമന്റ് ഇടാൻ പരിശ്രമിക്കാം. നമുക്കിപ്പോ എല്ലാ കമന്റുകളും ആരൊക്കെ ഇട്ടുന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ സത്യസന്ധതയാണ് നമ്മളുടെ എല്ലാവരുടെയും ഇത്. ഒരു അക്കൗണ്ടിന് നമുക്ക് ഇതിനു മുന്നേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കത് ഒരു അറിവില്ലായ്മയായിരുന്നു. ഇനി ഉള്ള കാര്യമാണ് പറഞ്ഞത്, വരാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു അക്കൗണ്ടിന് നമ്മൾ ഒരു കമന്റ് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ഇതിന്റെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇല്ല, എല്ലാ പഴയ വീഡിയോകൾ ആരുമായിട്ട് അയച്ചു തന്ന് പറ്റിക്കരുത്. നിലവിലുള്ള വീഡിയോ എടുത്തു തരാം.